സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 3 തിരുവചനം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 3 തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്. കാരണം എന്താണ്? സർവശക്തനായ ദൈവം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അവിടുത്തെ പുത്രനായ ക്രിസ്തു യേശുവിൽ നമ്മെ നിറച്ചിരിക്കുന്നു, അഥവാ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. ഈ വചനത്തിൻ്റെ അർത്ഥമെന്താണ്? മുഴുപ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, ആ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ മകുടമായ മർത്യനെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ, അവർക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ശത്രുവായ പിശാച് ദൈവം മർത്യന് നൽകുവാൻ ആഗ്രഹിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ, ആശീർവാദങ്ങളെ തടുക്കുവാനും തടയുവാനും പരിശ്രമിക്കുമ്പോൾ അതിൽ ഇടപെട്ട് ഒരു മധ്യസ്ഥനായി, അഥവാ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥനായി അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. ക്രിസ്തു യേശുവിലൂടെ നമ്മെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ നിറയ്ക്കുവാൻ ദൈവം തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൻ്റെ അനന്തരഫലമാണ് നാം ക്രിസ്തുവിൽ, അഥവാ യേശുവിൽ കാണുന്നത്. നമുക്ക്, അഥവാ മർത്യന് ഈ ഭൂമിയിൽ ലഭിച്ച ഏറ്റവും വലിയ നന്മയാണ് ദൈവപുത്രനായ ക്രിസ്തുനാഥൻ. ആ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യനാവശ്യമായ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ദൈവം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ, അഥവാ യേശുവിനെ സ്വീകരിക്കുന്ന ഓരോ മർത്യനും ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു നന്മ മാത്രമല്ല, പ്രത്യുത സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ആ വ്യക്തി നിറയപ്പെടുകയാണ്. അതിൽ പാപക്ഷമയുണ്ട്, രോഗശാന്തിയുണ്ട്, നിത്യജീവനുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. ഈ പട്ടിക ഇനിയും നീണ്ടുപോവുകയാണ്. എല്ലാം കൂടി ചേർത്ത് പറഞ്ഞാൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ക്രിസ്തു യേശുവിലൂടെയാണ് ഈ ഭൂമിയിലേക്ക്, അഥവാ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേൽ പകരുവാനിടയായത്. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ, അഥവാ പരിശുദ്ധാത്മാവ് വരികയില്ല. ഞാൻ പോയാൽ അവനെ,
അഥവാ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലെ അയക്കുമാണ്. നമുക്ക് ഭൂമിയിൽ നൽകപ്പെട്ട മറ്റൊരു വലിയ നന്മയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ ബലപ്പെടുത്തുന്നു, ദൈവത്തെ സാക്ഷിക്കുവാൻ പ്രാപ്തരാക്കുന്നു, ദൈവമക്കളായി ജീവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നു. അതിനാൽ ഈ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ആമേൻ.